സ്റ്റാർട്ടാവില്ലല്ലോ. സ്റ്റാർട്ടാവും കേട്ടോ. ബൈ. എടാ മോനെ താക്കോല് വേണം വണ്ടി ഓടാക്കാൻ. നല്ല നായി താക്കോലി ഇവിടെ കൊണ്ടുവച്ചാ. എടാ ഞാൻ കയറിയില്ല. ഹലോ ശ്രേയ. എടോ പോണ്ടേ എവിടെ എല്ലാത്തിനും സമയം ഓടുവാ. എന്താ ഹരിയാ 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറി നല്ല അച്ഛൻ ചീത്ത. ആ ശരി പോട്ടെ. ആ വണ്ടി എടാ ഈ നടന്നേ. എന്തേ ആരാ നീ? ആര്? നീ കളിക്കാതെ കാര്യം പറയും. ഏതാ കുട്ടി? ഏത് കുട്ടി? നേരത്തെ കണ്ടില്ലേ ആ കുട്ടി? ആ അക്കുട്ടി ഫ്രണ്ടാ. എന്തോ ഒരു ഇളക്കക്ക് കൊള്ളാലേ. ഒരു ഇളക്കം. എന്തായാലും ഐഡിയ നയിച്ചിട്ടോ. എന്തിനാ? അല്ല രസം. ഇവിടെ പേരെന്താടാ? പേരില്ലേ? പേര് ഒരു മൂടില്ല. ഒന്ന് പറയടോ. എന്താടാ കൈ വിട്. ശ്രേയ. നല്ല പേരില് നല്ല പേര്. ഞാൻ അവിടെ നോക്കിയാൽ എന്താടാ എന്തിനു വെറുതെ എന്ത് വെക്കില്ലേ? കണ്ടപ്പോഴേ എന്തോ ഒരു ചെറിയ ഇഷ്ടം. എനിക്കാരോടെ ഇഷ്ടം തോന്നാത്ത. ഇതങ്ങനില്ല. ട്രൂ. ശരിക്കുള്ളതാ. ശരിക്കുള്ള ട്രൂ ട്രൂ ട്രൂ. അല്ലടാ എന്താ എന്നോട് എനിക്ക് 6 മണി മുമ്പ് വീട്ടുകാരൻ എന്നോടാ പറഞ്ഞു. നടക്കുന്ന കുറച്ചേരം തന്നെ വന്നിട്ടുണ്ടോ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ഋഷിയുടെ ഫ്രണ്ട് ഹരി. അതിന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിരുന്നു. ഫോളോ ബാക്ക് കണ്ടില്ല. സോറി, അറിയാത്തവരെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഏയ് നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? എനിക്കിഷ്ടറിയില്ലേ, പക്ഷേ എന്നോട് വന്ന് പറയാതെ ധൈര്യമില്ല. ഇത് കേൾക്കുന്നുണ്ടോ? ആരോട് പറയേ? ആര് കേക്കേ? ഈ തൊട്ട് വൈകുന്നേരം പോയാൽ ശരിയാവൂല. നമ്മളത് രാവിലെ പിടിക്കാം. ആ നന്നവാ. മോനെ ബസ് പോയോ? കുറച്ചേരം മുമ്പ് പോയതാ. അവിടെ എത്തിണ്ടായിട്ടില്ല. ബസ് പോയി. ഇനി ഞാൻ തന്നെ കൊണ്ടാക്കേണ്ടി വരും. പുതിയ ഷർട്ട്. ഈ എന്തായാലും കറക്റ്റ് സമയത്താണ്. എന്നാ പോവാ. ആ ഒന്നും ശരിയാവില്ല. എത്ര ദിവസം ഇങ്ങനെ വെറുതെ കളയുന്നേ? എന്താണ് പ്രശ്നം? ഒന്നും നടക്കില്ലടോ. എടാ ഞാൻ കൊറേ ദിവസം അയ്യാതെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മൈൻഡും ഇല്ലടോ. ഏതോ വിളി? എടാ
ആ മറ്റേ ഇല്ലേ ശ്രേയല്ലേ ഓൾറെഡി എപ്പോ തൊട്ട് നടക്കാൻ തുടങ്ങിയേ? ഒരു 1-2 ആഴ്ച ഉണ്ടാവും. പക്ഷെ ഒരു മൈൻഡൂലടാ അപ്പൊ ചെയ്യും. നല്ല ഐഡിയ പറഞ്ഞേ. ഐഡിയ അല്ലേ? ഐഡിയ ഒക്കെ ഉണ്ട്. പറഞ്ഞേ എപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇപ്പൊ പറയാനാണോ? പറയടോ. ഞാൻ അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോയല്ലേ, ഇന്നെന്തേ നടന്നില്ല? അതല്ലടാ ഈ നല്ല ഐഡിയ പറഞ്ഞേ. ആകെ 2 റൂം അതുകൂടി പറിച്ചോളല്ലേ പോയാ. ഐഡിയ ഉണ്ട്. എന്താ ഇതൊക്കെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഒരു പേരം ഇങ്ങനെ ഇങ്ങനെ പൊട്ട കൊണ്ട് മുമ്പിക്കേണ്ട മതിയത്. പിന്നെ നിന്നെ കണ്ടപ്പോ തന്നെ കണ്ണിൽ പ്രണയം എല്ലാ നേരും ഞാൻ നിന്നെ ഓർത്തിതാ എന്നിൽ അലിയും നിൻ സ്നേഹം. ഈ പാട്ടും പാടി പിന്നാലെ നടക്കലേ സിനിമയിലൊക്കെ നടക്കുള്ളൂ. ജീവിതത്തിൽ അത് നടക്കൂലടാ. ഞാൻ തന്ന ഐഡിയ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ? നമുക്കേ മാസ് പിടിക്കാം. മാസ് ഇവിടെ പെൺകുട്ടിലടാ ഒരു ഐഡിയ ആണ്. മാസില്ലേ ഫൈറ്റ് ആവാം. എങ്ങനെ? ഈ കേക്ക് അല്ല വേണ്ട, ഈ കാണ് നടന്നു വരുന്ന ശ്രേയ. അവിടെ നമ്മുടെ 2 കൂട്ടുകാർ നിൽക്കുന്നു. വൺ മിസ്റ്റർ തേജൽ, സിദ്ധാർത്ഥ്. അപ്പൊ ഇല്ലേ? എടാ ഓക്കിന്നെ അറിയുന്നല്ലേ. അപ്പൊ എന്താക്കണോ? ഞാൻ അങ്ങോട്ടില്ല, ഞാൻ അവിടെ ഇങ്ങടാ. നീ വിളിച്ചേക്ക സെറ്റല്ലേ? നീ കൊള്ളലൊടി പെണ്ണേ. തേജൽ ശ്രേയയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അപ്പൊ ഓടി വരുന്നു നീ. എടാ ഓടറോ? പിന്നെ ഓടാതെ ഓട്. എന്നാ ഓടല്ലേ? അപ്പൊ ഓടി വരുന്നു നീ എല്ലാവരും
വേണ്ട ഹരിയേട്ടാ മതി ഒളിച്ച് ആൾക്കാരെ സെറ്റാക്കി ആളേക്ക് ഒരു പൊടി പറഞ്ഞ പോലെയൊക്കെ സംഭവം ഒക്കെ സെറ്റാണ്. ശ്രേയ നടന്നു വരും, വന്നില്ല. ഒരു രണ്ടാളിതാ നമ്മുടെ ചെക്കന്മാരവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഞാനതാ അവിടെ വിളിച്ചിക്കൂ. സെറ്റല്ലേ? ഊമ്പിക്കരുത്. ഓക്കെ ഇല്ലടാ ഒരേ ഡ്രസ് ഇതല്ലല്ലോ. അത് വേറെ അയ്യോന്ന് പോലും. ഹരിയേ ഹരിയേ കണീക്കടാ എന്താടാ എടാ നിങ്ങള് രണ്ടാള് വമ്പൊക്കെ അവിടെ പോയിരിക്കാം. എടാ എല്ലാം പറഞ്ഞ പോലെ അവിടെ ഉണ്ടോ? എല്ലാം പറഞ്ഞ പോലെ. അല്ല കുറെ ദിവസമായാലും എന്നെ പുറകെ നടക്കാൻ തുടങ്ങിട്ടേ. എന്താ എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കാണോ? ഒക്കെ ചീറ്റി പോന്നുണ്ടല്ലേ? അല്ല തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം. ഇതൊരുമാതിരി എന്തെങ്കിലും പേടിച്ച് കളിക്കുന്നേ. എനിക്കെന്നെ ഇഷ്ടാ, ശരിക്കും ഇഷ്ടാ, ഭയങ്കര ഇഷ്ടാ. അത്രേ ഉള്ളൂ. എടാ ഇവളെ പ്രപ്പോസ് ചെയ്യുമ്പോഴേ ഇവളെ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്യും. അപ്പം എന്നോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ എനിക്ക് ആ മുഖത്ത് നിന്ന് മനസ്സിലാവും. ചിലപ്പോൾ റിപ്ലൈ തരില്ല. അപ്പോൾ ഒരു ട്രിക്ക് ഇട്. എങ്ങനെ ബാംഗ്ലൂർ പോകാൻ പറ്റിച്ചോ? ഓക്കെ അല്ലേ? നാളെ ഞാൻ ബാംഗ്ലൂർ പോവാട്ടോ. എന്തേ പറയാണ്ടേല് ഇപ്പൊ തന്നെ പറയണം. എടി എനക്കിനോട് എന്തേ പറയണ്ടോ? പറയാണ്ടെങ്കിലേ അത് മുഖത്ത് നോക്കി പറയണം. അങ്ങനല്ലോ എനിക്കിഷ്ടം. ഇന്ന് നീ ഇങ്ങനെ പേടിച്ചടിക്കുന്നേ? ഇപ്പൊ തൊട്ടാണ് അറിഞ്ഞൂടാ എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ. എടോ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടോ. ഐ ലവ് യു. അതെ ഞാൻ നാളെ ബാംഗ്ലൂർ പോകുന്നില്ല കേട്ടോ.